guys, so let's cook a chicken soup for my 7 months old baby. So chicken soup cook ചെയ്യാൻ വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോഴ്സ് ജസ്റ്റ് ലൈക്ക് ദ നെയിം ചിക്കനാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. സോ ഞാൻ ബോൺ ഉള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. സോ ബോൺ ഉള്ളത് ഇല്ലാത്തത് ആസ് പെർ യുവർ കൺവീനിയൻസ് നിങ്ങൾക്ക് പറ്റുന്ന ചിക്കൻ എടുക്കാവുന്നതാണ്. സോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഹാഫ് പീസ് ക്യാരറ്റ്, ഹാഫ് പീറ്റ് പൊട്ടാറ്റോ, ഒരു 3 to 4 സ്മോൾ ഓനിയൻ, കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് മോന് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസും ചിക്കനും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സോ ആദ്യം തന്നെ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചു. എന്നിട്ട് അതിൽ കുറച്ച് ഗീ ആഡ് ചെയ്തു. അതിനകത്ത് ജിഞ്ചറും ഗാർലിക്കും ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിർ ചെയ്തെടുത്തു. അതിനുശേഷം ചെറിയുള്ളിയും ആഡ് ചെയ്തു. അതും കൂടെ ഒന്ന് സ്റ്റിറായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്തു. സോ അതും കൂടെ നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്തെടുത്തതിന് ശേഷം ക്യാരറ്റും ആഡ് ചെയ്തു. അതിനുശേഷം അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. സോ അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പെപ്പറും കുറച്ച് ടേമറിക് പൗഡറും കൂടെ ആഡ് ചെയ്തു. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് ടൈമാണ് മോന് സ്പൈസി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ മാത്രം കുറച്ചൊരു നുള്ള് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അത് ആഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ചിക്കനും കൂടെ ഇട്ട് ഒരു 2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെക്കുകയാണ്. ഞാൻ ടോട്ടലി 3 കപ്പ് ചെറിയ കപ്പ് വെള്ളമാണ് ഇതിന് ഒഴിച്ചേക്കുന്നത്. കാരണം നന്നായി തന്നെ കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും നോൺ വെജ് എന്ത് കൊടുക്കുകയാണെങ്കിലും ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ബിക്കോസ് ഹാഫ് കുക്ക്ഡ് കൂടെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായി ചെയ്യാം. പിന്നെ ഇത് 2 ഫോമിൽ നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. ഇത് കുക്കായതിന് ശേഷം നമുക്കിതെടുത്ത് അതിനകത്തുള്ള ചിക്കനും വെജിറ്റബിൾസും ആ സൂപ്പിൻ്റെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു പ്യൂരി ഫോമിൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പ്യൂരി ഫോമിൽ എടുക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് ചിക്കൻ്റെ ബോൺസ് ഒന്നും അതിനകത്ത് പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇനിയിപ്പോൾ പ്യൂരി ഫോമിൽ കഴിക്കാൻ ആവാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനകത്ത് ആ ഒരു സൂപ്പ് ആ ഒരു ലിക്വിഡ് ഫോമായിട്ട് തന്നെ കൊടുക്കാം. സോ രണ്ടാണെങ്കിലും ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ ബേബി. കാരണം നോൺ വെജ് ഒരു 7 മന്ത് ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനേമിയ ഒക്കെ വരുമെന്നാണ് പറയുന്നത്. സോ ഐ ട്രൈഡ് ദിസ് ഫോർ മൈ ബേബി ആൻഡ് ഹീ ലവ്ഡ് ഇറ്റ്. അവൻ പ്യൂരി ഫോം കഴിക്കുമെങ്കിലും കൂടെ അവന് കുറച്ചുകൂടെ ഒരു ലിക്വിഡ് ഫോമാണ് ഇഷ്ടപ്പെട്ടത്. സോ ബൈ ഗൈസ്.